റിയാദ് കായംകുളം ഗ്ലോബൽ ഫാമിലി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കാരുണ്യ സ്പർശത്തിന്റെ കൈത്താങ്ങ് എന്ന പ്രോഗ്രാം സംഘടിപ്പിച്ചു. കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു. പരിപാടിയുടെ ഭാഗമായി പോളിയോ ബാധിച്ച് 2 കാലിനും സ്വാധീനം ഇല്ലാത്ത നിർധനനായ കീരിക്കാട് തെക്ക് കൊപ്പാറക്കടവിൽ അബ്ദുൾ സമദിന് ഉപജീവന മാർഗത്തിനായി 4 വീൽ വാഹനവും വിൽപ്പനയ്ക്ക് ആവശ്യമായ ഡ്രസ്സുകളും കൈമാറി. കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ ഇത്രയും അനുഭവങ്ങളായിട്ടാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർ വളരെ കഷ്ടപ്പെടുന്നു. പക്ഷെ അവർ കിട്ടുന്ന ചെറിയ വരുമാനങ്ങൾ അവർ നാട്ടിലേക്ക് അയക്കുമ്പോൾ നമ്മുടെ നാട് വളരെ വലിയ സമ്പന്നതയാകുകയാണ് അല്ലേ. നമ്മുടെ ദുഃഖത്തിൽ അവർ പങ്കുചേരുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷം അല്ലേ. എത്ര കഷ്ടപ്പാട് അനുഭവിക്കുന്നവരും ഓർക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലുള്ള ഒരാൾക്ക് വേണ്ടി സഹായിക്കാൻ അവർ വരുന്നുവെങ്കിലും അതിന് ഇടനില നിന്ന് ദൈവത്തിൻ്റെയൊക്കെ വലിയൊരു കഴിവാണില്ല. അതിന് ഇടനില നിൽക്കുക എന്നുള്ളതാണ്. ഒരാളുടെ കയ്യിലുള്ള സാധനം വാങ്ങിച്ചു കൊടുക്കാൻ ഒരുത്തിന് ഇടനില നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. സത്താർ AS കായംകുളം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആദ്യ വിൽപ്പന പ്രധാനമന്ത്രി രാഷ്ട്രബാല പുരസ്കാര ജേതാവ് ആദിത്യ സുരേഷിൽ നിന്നും സിനിമാ സീരിയൽ താരം രശ്മി അനിൽ ഏറ്റുവാങ്ങി. ഞാൻ കായംകുളം ഇവിടെ മൂന്നാംകുറ്റിയിലാണ് എൻ്റെ വീട്. അപ്പം ഞാൻ പഠിച്ചതും എല്ലാം 5 വർഷം കായംകുളം MSN കോളേജിലായിരുന്നു. കൂടുതൽ എൻ്റെ ഫ്രണ്ട്സാണ് ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ. ഷൈജുവും അനീസും ശ്രീകല ചേച്ചി അങ്ങനെ ഒരുപാട് പേര് എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഉണ്ട്. പിന്നെ ഷമീറും അൻവറും എല്ലാം നമ്മുടെ സുഹൃത്തുക്കൾ. എല്ലാവരെയും എല്ലാ സ്ഥലങ്ങളും കായംകുളത്ത് എന്തൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും നമ്മൾ അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കായംകുളത്തിന് ഞാൻ അതിഥിയൊന്നുമല്ല, ആതിഥേയ തന്നെയാണ്. മുനിസിപ്പൽ കൗൺസിലർ AP ഷാജഹാൻ, പാലമുറ്റത്ത് വിജയകുമാർ, കൃഷ്ണകുമാർ രാംദാസ്, ദിനേശ് ചന്ദന, ഷിഹാബുദ്ദീൻ, ഷാജി കല്ലറയ്ക്കൽ, അബ്ദുൾ ജലീൽ, ഷിബു തഹസീൽദാർ, അനീസ് മംഗല്യ, ഷുക്കൂർ, അബി ഹസൻ കുഞ്ഞ്, അജി പെരിങ്ങാല, ഷമീർ BDC, ഷൈജു കണ്ടപ്പുറം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.